തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമ ഇതിൻ്റെ തിരക്കഥാകൃത്ത് ശ്രീനിവാസനല്ല, പ്രിയദർശൻ തന്നെയാണ് തിരക്കഥാ സംഭാഷണം, സംവിധാനം ഇതെല്ലാം നിർവഹിച്ചിരിക്കുന്നത്. തേന്മാവിൻ കൊമ്പത്തിലെ ശ്രീനിവാസൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് അപ്പക്കാള. ആ പേരിനൊരു പ്രത്യേകതയുണ്ട്. അതിലെ മറ്റു രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ നെടുമുടി വേണു അവതരിപ്പിച്ച ശ്രീകൃഷ്ണനും നായക കഥാപാത്രമായ മോഹൻലാലിൻ്റെ മാണിക്കനുമാണ്. ഈ മാണിക്കനും ശ്രീകൃഷ്ണനുമൊക്കെ കേട്ടാൽ നല്ല രസകരമായ ഒരു പോസിറ്റീവ് വൈബൊക്കെ കൊടുക്കുന്ന പേരാണെങ്കിലും അപ്പക്കാള എന്ന പേര്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇവനെന്തോ കുഴപ്പക്കാരനാണെന്ന്. അങ്ങനൊരു പേര് ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കേട്ടതും. കാരണം തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമ ഉണ്ടാക്കിയ ഒരു പ്രപഞ്ചം സാധാരണ മലയാളിക്ക് പരിചയമുള്ള ഒന്നുമല്ല. മറ്റേതോ ലോകത്ത് നടക്കുന്ന ഒരു കഥയാണ് സ്ക്രീനിലേക്ക് പ്രിയദർശൻ കൊണ്ടുവന്നത്. അതിൽ ഈ അപ്പക്കാള ഉണ്ടാക്കിയ ഒരു എഫക്റ്റ് വളരെ ചെറുതല്ല, ഞാടെ ചെറിയ ബുദ്ധി. അതായത് ഈ മാണിക്കൻ എന്ന മോഹൻലാലിൻ്റെ കഥാപാത്രത്തെ തകർക്കാൻ ശ്രീകൃഷ്ണൻ എന്ന നെടുമുടി വേണുവിൻ്റെ കഥാപാത്രവും അപ്പക്കാളയും ചേർന്ന് തീരുമാനിക്കുമ്പോൾ ഒതുക്കാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ബുദ്ധിയാണ്. അതായത് ഗർഭം ആരോപിക്കുക, ഗർഭമില്ലാത്ത ഒരു പെണ്ണിന് ഗർഭം ആരോപിക്കുക എന്ന ബുദ്ധിയാണ് ശ്രീനിവാസൻ്റെ അപ്പക്കാള പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട് ഞാടെ ചെറിയ ബുദ്ധി തോന്നിയ ഒരു കാര്യമാണ് എന്ന് പറയുന്നു. എന്താ അതിൻ്റെ ഐഡിയ എന്ന് നെടുമുടി വേണു ചോദിക്കുമ്പോൾ ഈ കാര്യം പറയുന്നു. എല്ലാം കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് ഒരല്പം ആശങ്കയോടെ ഈ കഥാപാത്രത്തെ ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് നെടുമുടി വേണുവിൻ്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ട്, ഇതത്ര ചെറിയ ബുദ്ധി അല്ലല്ലോടാ. ഈ അപ്പക്കാളയെ തുടക്കത്തിൽ തന്നെ, സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഒരു കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരാളായിട്ടാണ്. മോഹൻലാലും നെടുമുടി വേണും ഇവർ തമ്മിൽ വലിയ അടുപ്പമാണ്. അപ്പക്കാളയും ആ വീട്ടിലെ ജോലിക്കാരനാണ്, മാണിക്കനും ജോലിക്കാരനാണ്. പക്ഷെ മാണിക്കന് വീട്ടിലെ അടുക്കള വരെ സ്വാതന്ത്ര്യമുണ്ട്, അപ്പക്കാളയ്ക്ക് അത്രയും സ്വാതന്ത്ര്യമില്ല. അടിച്ചുവാരലും അത്തരം ചില പ്രൊഫൈലിലുള്ള ജോലികളൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാണിക്കനെ പുറത്താക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിലെല്ലാം പോയി കുത്തിരിപ്പുണ്ടാക്കുക, കവിയൂർ പൊന്നമ്മയുടെ കഥാപാത്രത്തോട് ചില കുഴപ്പങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, അത്തരം ചില പരിപാടികളിലൂടെയാണ് ഈ അപ്പക്കാള മുന്നോട്ട് പോകുന്നത്. തുടക്കത്തിലെ തന്നെ പറയുന്നുണ്ട്, അതായത് തമ്പുരാൻ കള്ളുപുരയിൽ കയറി പോന്ന ഞാൻ കണ്ടില്ല. അപ്പോൾ കവിയൂർ പൊന്നമ്മ ചോദിക്കുന്നുണ്ട്, പിന്നെ നീ എന്താ കണ്ടേ? തമ്പുരാൻ കള്ളുപുരയിൽ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അതായത് കൃത്യമായിട്ട് പറയേണ്ട കാര്യം പറഞ്ഞു കൊടുത്തു, ഒരു പണി കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ചന്തയിൽ നിന്ന് സാധനങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട് നേന്ത്രക്കൊല, മണ്ണൻകൊല, തേങ്ങാക്കൊല, ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു പോവാണ്. അതിൽ ഈ കഥാപാത്രത്തിൻ്റെ രോഷമെല്ലാം ഉണ്ട്, അപ്പക്കാളയുടെ രോഷം. അപ്പോൾ നെടുമുടി വേണു തിരിച്ചു വയ്ക്കുന്നുണ്ട്, അപ്പോൾ മാങ്ങാത്തുലിയോടാ, അപ്പോൾ തേങ്ങ എന്ന് തിരുത്തുന്നുണ്ട്. ഇതാണ് ആ കഥാപാത്രം. ഒടുവിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി എല്ലാം കലങ്ങി തെളിയുന്ന ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണ സിനിമ ഫോർമാറ്റിലാണ് ആ സിനിമ അവസാനിക്കുന്നതെങ്കിലും അപ്പക്കാളയെ നമ്മൾ മറക്കില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.